ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ട്രേഡ്സ് കിട്ടിയിട്ടുണ്ട്. ടാർഗറ്റുകൾ വന്നിട്ടുണ്ട്. കുറേ ട്രേഡുകൾ പിന്നെ 1:1, 1:2, 1:3 അങ്ങനത്തെ റേഞ്ചിലായിരുന്നു. പിന്നെ കുറേ ട്രേഡുകൾ. ഓപ്ഷൻ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയായിരിക്കും. പ്രീവിയസ്ലി നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഫുള്ള് വേറെ ടൈപ്പ് എൻട്രികളാണ് വരുന്നത്. നമുക്കുള്ള എൻട്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്ട് ചെയ്ത് ഡയറക്റ്റ് എൻട്രി എടുക്കുന്ന മെത്തേഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ പറയുമ്പോൾ ഇത്ര സിമ്പിളായിട്ട് കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങൾ ശീലിച്ച് വന്ന രീതി വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് പ്രീവിയസ്ലി ഞാനും കുറേ ഗ്രൂപ്പ്സൊക്കെ കയറിയിട്ടുണ്ട് ആദ്യം. അതായത് നമ്മൾ ട്രേഡിങ് പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളും കുറേ ഗ്രൂപ്പ്സിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ മെത്തേഡുകളും ഈ സെയിം രീതിയിൽ തന്നെയായിരുന്നു ആ ടൈമിലൊക്കെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു എക്സാമ്പിളാണ് പറയണത്. ഇപ്പോൾ ഒരു 100 രൂപ പ്രൈസ് റേഞ്ചിൻ്റെ ഒരു സംഭവം തൊട്ട് മുമ്പ് ആ ട്രേഡ് നടക്കണതിന് തൊട്ട് മുമ്പ് ഇവിടെ ഉണ്ടാവുക. ഇന്ന പ്രൈസിലെത്തുമ്പോൾ വാങ്ങിക്കോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? സാധാരണ ആ പ്രൈസ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒന്ന് ലിമിറ്റ് ഓർഡർ ഇടും. അല്ലെങ്കിൽ ആ പ്രൈസിന്റെ മുകളിലേക്ക് പ്രൈസ് പോണ നേരത്ത് അപ്പം തന്നെ ബൈ ചെയ്യലാണ് ചെയ്യാറ്. മനസ്സിലായില്ലേ? അതാണ് നിങ്ങൾ പഠിച്ചു വന്ന ഒരു ശൈലി. അപ്പോൾ എന്ന് വെച്ചാൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ട്രേഡിംഗ് ആണ് ഇവിടെ ഞാൻ പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റുണ്ടാവില്ല, കുറേ ആൾക്കാർക്ക് നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. മനസ്സിലായില്ലേ? ഇതൊരു പുതിയൊരു ടെക്നിക്കാണ്. പക്ഷെ ഇങ്ങനെ ചെയ്താലും പ്രോഫിറ്റൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ അതന്നെ ഫോളോ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് നമ്മൾ മാറണം. എൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണാൻ നിങ്ങൾക്കൊക്കെ ഈ ടെക്നിക്ക് മനസ്സിലാവുണ്ടെങ്കിൽ മാത്രം എൻ്റെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. പിന്നെ അത് അത്രയും തറവായിട്ട് നിങ്ങൾ പഠിച്ചു അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ പെയ്ഡ് ഗ്രൂപ്പിൽ കയറിയാൽ മതി. നമ്മൾ ആകെ നോക്കണത് ഒരു ബയ്യർ സ്കാനിൽ ഒരു സെല്ലർ സ്കാനിൽ ഞാൻ തരുന്ന പ്രൈസിൻ്റെ മുകളിൽ ഡിമാൻഡ് പ്രൈസിന് മേടിക്കണം. ഇത്രയും 3 കണ്ടീഷനേ ഉള്ളൂ ട്രേഡിങ്ങിൽ. എന്തായാലും ഓടിക്കോ ചാടിക്കോന്ന് പറഞ്ഞ ട്രേഡിംഗ് സെറ്റപ്പ് എന്തായാലും ഇല്ല. എൻ്റെ കയ്യിൽ ക്ഷമ വേണം, നല്ല രീതിക്ക് ക്ഷമ വേണം. നമ്മുടെ പ്രൈസിലേക്ക് എത്തുമ്പോൾ ഇങ്ങനത്തെ സിനാരിയോസ് ഒക്കെ നോക്കണം, ഈ 3 കണ്ടീഷൻ നോക്കണം, എന്നിട്ടാണ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ സമ്മതിക്കില്ല. ബാക്കിയൊക്കെ എടുക്കുന്നത് അവരുടെ റിസ്ക് ആണ്. അതിലിപ്പോൾ എനിക്കൊന്നും പറയാനില്ല. ലോസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെ, പ്രോഫിറ്റ് വന്നാൽ അവർക്ക് തന്നെ. ആ പ്രോഫിറ്റ് വരുത്താനുള്ള പരിപാടി ഞാൻ പറയുന്നുണ്ട്. അതിന്റെ വിപരീതമായി പോയി കഴിഞ്ഞാൽ ലോസ് തന്നെയാണ്. ഒന്നും പറയാനില്ല അതിലൊന്നും. നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബയേഴ്സ് ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്ട് ചെയ്യണം, ഡിമാൻഡ് പ്രൈസ് നോക്കണം, മേടിക്കണം. ഇത്രയും 3 കാറ്റഗറി ഉണ്ട്. ഈ 3 കാറ്റഗറി ഫുൾഫില്ല് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് മാർക്കറ്റ് നോക്കിയിരിക്കാം, സ്ട്രൈക്ക് നോക്കിയിരിക്കാം. ഒരു കൺഫ്യൂഷനും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. മനസ്സിലായില്ലേ? അതുവരെ നമുക്ക് ഫ്രീ ആണ്, ഒന്നും ചെയ്യണ്ട. ഒന്നും പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. നമുക്ക് ഇന്നത്തെ ട്രേഡിലേക്കൊക്കെ പോവാം. ഇത് അപ്സ്റ്റോക്ക് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിൽ അപ്സ്റ്റോക്കിൽ എങ്ങനെയാണ് നമ്മൾ സ്ട്രൈക്കുകൾ എടുക്കേണ്ടത്, ആഡ് ചെയ്യേണ്ടത്? അതറിയാത്തവർ കുറേ പേരുണ്ട്. ബിഗിനേഴ്സ് എൻ്റെ ഗ്രൂപ്പിൽ കുറേ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ട്രേഡിംഗ് തന്നെ അറിയില്ല. അപ്പോൾ അവർക്ക് സ്ട്രൈക്ക് എന്താണെന്ന് അറിയില്ല, ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അവരൊക്കെ ക്ലിയർ ആയിട്ട് വീഡിയോ കാണാം. മനസ്സിലായില്ലേ? ഇതെല്ലാം അറിയണവർക്ക് സ്കിപ്പ് ചെയ്യാട്ടോ, ഇത്തിരി മുമ്പിലേക്ക് നീക്കിയിട്ട് പോവാം, ബാക്കി കാണാം. അപ്പോൾ നിങ്ങളുടെ ഏതാണ് ബ്രോക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രോക്കർ തുറക്കുക. ഈ പ്ലസ് ഐക്കണിൽ പോയി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഓള്, ക്യാഷ്, FNO, കറൻസി, കമ്മോഡിറ്റി, ഇൻഡെക്സ് ഇതൊക്കെ കാണാൻ നമ്മൾ ഓളിൽ തന്നെ കൊടുക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് ഒരു സ്ട്രൈക്ക് നിഫ്റ്റി എടുത്ത ഒന്ന് കൂട്ടിക്കോ, 23,500. അപ്പോൾ 23,500 വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അവിടെ കുറേ സ്ട്രൈക്കുകൾ എടുക്കുന്നുണ്ട്. ഇതാണ് സ്ട്രൈക്ക്. 23,500 അടിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ സ്ട്രൈക്കാണ്. 23,500 നിഫ്റ്റിയുടെ സ്ട്രൈക്കാന്ന് പറയുന്നത് നിഫ്റ്റിയിലത്തെ ഇൻഡെക്സ് ചാർട്ടിന്റെ വില നിങ്ങൾ മനസ്സിലാക്കുക. 23,700, 800 അങ്ങോട്ടാണ് അതിന്റെ വില ഇപ്പോഴത്തെ. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു സ്ട്രൈക്കാണ് 23,500. അതിന്റെ ഒരു പ്രീമിയം NSE തരുന്ന ഒരു ഓപ്ഷനാണ് 23,500 എന്ന് പറഞ്ഞ സ്ട്രൈക്ക്. അപ്പോൾ 23,500 ഇങ്ങനെയാണ് എടുക്കേണ്ടത്. സെർച്ചിൽ പോവുക, 23,500 എടുക്കുക. ഞാൻ തരുന്ന പ്രൈസുകൾ ഇങ്ങനെ പോയിട്ട് തന്നെ ട്രേഡിംഗ് വ്യൂവിലും ഇതേ സെർച്ച് ഉണ്ട്, ആഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതിൽ പോയിട്ട് ഇങ്ങനെ തന്നെ സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ വരും കാര്യങ്ങൾ. അതിൽ ഓപ്ഷൻസ് ഒന്ന് അടിച്ചു തുടങ്ങണം കേട്ടോ, വേറെ ഒന്നുമില്ല. സെലക്ട് ചെയ്യണം ഓപ്ഷൻസ് ഒന്ന്. ഇതിൽ നമ്മൾ നോക്കുക. ഇതിപ്പോൾ നമുക്ക് 23,500 കിട്ടി. 23,500 നമ്മൾ അടിയിലേക്ക് നോക്കുക, ഈ ഭാഗത്തേക്ക്. ഇപ്പോൾ 9 ജനുവരി ഉണ്ട്, 16 ജനുവരി ഉണ്ട്, 30 ജനുവരി ഉണ്ട്, 16 ജനുവരി, PC ഒക്കെ വരും, 27 ജനുവരി, 27 ഫെബ്രുവരി അതൊക്കെ വരും. അപ്പോൾ ഇതിൽ നമ്മൾ ഏതെടുക്കേണ്ടത്? അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. ഇതിൽ ഏതെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റിക്ക് എല്ലാ വ്യാഴാഴ്ചയാണ് എക്സ്പയറി. അപ്പോൾ എല്ലാ വ്യാഴാഴ്ചത്തെയും എക്സ്പയറിയിലത്തെ ഡേറ്റ് ആണ് നമ്മുടെ ഓപ്ഷൻസിൽ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമ്പോൾ എടുക്കേണ്ട ഡേറ്റ്. ഇപ്പോൾ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യാഴാഴ്ചത്തെ ഡേറ്റ് ആണ്. 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വ്യാഴാഴ്ചത്തെ ഡേറ്റ് ആണ്. 30 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറ്റത്തെ വ്യാഴാഴ്ച ഡേറ്റ് ആണ്. എത്ര ക്ലിയർ ആയില്ല? ഇപ്പോൾ എല്ലാ വ്യാഴാഴ്ചയാണ് എക്സ്പയറി. നിഫ്റ്റിയിൽ സ്ട്രൈക്ക് ഇങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. സ്ട്രൈക്ക് സെലക്ട് ചെയ്തു. PE ഉണ്ട് ഇവിടെ, CE ഉണ്ട് ഇവിടെ. ഇത് ഞാൻ തരുന്നുണ്ടാവും. അതിൽ നമ്മുടെ ടെലിഗ്രാമിൽ തരുന്നുണ്ടാവും. PE ആണോ CE ആണോ, അതാണ് പുട്ടാണോ കോളാണോ എന്നാണ് പറയണത്. P എന്ന് പറഞ്ഞാൽ പുട്ട്, C എന്ന് പറഞ്ഞാൽ കോൾസ്, അത്രേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ വരും. അത് നമുക്ക് എന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ഐക്കൺ തൊട്ട് റൈറ്റിൽ പ്ലസ് ഐക്കൺ കുറേ കാണാണ്ടല്ലോ. ആ പ്ലസ് ഐക്കൺ പോയി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ടിക്ക് വരും. ഈ ടിക്ക് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യണതാണ്.
ഹോം സ്ക്രീനിലേക്ക് ആഡ് ആവും. ഈ ടിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഹോം സ്ക്രീനിലേക്ക് ആഡ് ആവും. അപ്പോൾ നമുക്ക് ഇതൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഹോം സ്ക്രീനിൽ പോയി നോക്കി നോക്കാം. നിങ്ങൾ കാണാമല്ലോ, നാളെ ആഡാക്കി ഇവിടെ നാളെ മുകളിൽ വന്ന് കിടന്നു. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രൈക്ക് ആഡ് ചെയ്യേണ്ടത്. സ്ട്രൈക്ക് എന്താണെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. സ്ട്രൈക്ക് ആഡ് ചെയ്യേണ്ട രീതിയാണ് ഇപ്പോൾ കാണിച്ചത്. മനസ്സിലായില്ലേ? ഇത് അറിയാത്ത കുറേ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക, ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് വാച്ച് ചെയ്യുക. അപ്പോൾ ബാക്കി കാര്യങ്ങൾക്ക് നമുക്ക് പോവാം. ഇനിയിപ്പോൾ ചിലവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടിക്കയറി എടുക്കുന്ന പരിപാടി. അതായത് ഒരു വിക്ക് വരുമ്പോഴേക്കും ചാടിക്കയറി എടുക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ നമുക്ക് കാണാം ഇതൊരു അസീമുടെ പ്രൈസാണ് വിൽക്കുക 133. അവിടേക്ക് ഈ ഒരു ക്യാനിൽ ഞാൻ കൊണ്ടുവച്ചേക്കണം. അതിൻ്റെ അർത്ഥം ഒരു വിക്ക് അതിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഇന്നത്തെ ഒരു പ്രൈസ് തന്നെയാണ് 133. അതവിടെ ഇരിക്കട്ടെ, നമ്മൾ ഈ കാര്യമാണ് പറയണത്. അപ്പോൾ ഇതൊരു ലെവലാണെന്ന് വിചാരിക്കുന്നത് 133 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ലെവലിൻ്റെ മുകളിലേക്ക് ക്യാൻഡിൽ കോസ് കിട്ടണം നമുക്ക്. ഈ കാണുന്നത് വിക്കാണ്. ഈ വിക്കിൻ്റെ മുകളിൽ ഈ വിക്ക് ക്യാൻഡിൽ ലോസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ക്യാൻഡിൽ ലോസ് ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ അടിയിലാണ്. ഇതാണ് ബോഡി ലോസ് വന്നേക്കണത്. 124 എൻ്റെ ബോഡി ലോസ്. ഇത് പിന്നെ എൻ്റെ മുകളിലേക്കുള്ള സംഭവം വിക്കാണ് വന്നേക്കണത്. അപ്പോൾ അതിൽ നിന്ന് ട്രേഡ് എടുക്കാൻ പറ്റില്ല. അതിൽ നിന്ന് ട്രേഡ് എടുക്കരുത്. അങ്ങനെ ചാടി കയറിയ ആൾക്കാരുണ്ട്. അപ്പോൾ അതിനൊന്നും ട്രേഡ് എടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രേഡിലേക്കൊക്കെ പോകാം. നമുക്ക് കുറച്ചധികം ട്രേഡ് എന്തായാലും ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഒരു 1:1 മിനിമം വന്നിട്ടുണ്ട്. അതൊക്കെ ബുക്ക് ചെയ്യണോ അല്ല SL കൊടുക്കണോ എന്നൊക്കെ ഉള്ളത് ഫ്രീ ഗ്രൂപ്പിലിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ മാത്രം ചോയ്സാണ്. നമുക്ക് കറക്റ്റ് ബൈയിങ് സ്പോട്ടേ പറയാൻ പറ്റുള്ളൂ. അതിന് തന്നെ പ്രോഫിറ്റ് ബുക്കിങ്ങും SL ബുക്കിങ്ങും ഒക്കെ അവരുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ രാവിലെ എടുത്ത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസ് സപ്പോർട്ടാണത്. ആർക്കെങ്കിലും പെയ്ഡ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഫ്രീ ഗ്രൂപ്പിൽ ഇരുന്നിട്ട് അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടുതൽ ട്രേഡ് എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രം പെയ്ഡ് ഗ്രൂപ്പിലേക്ക് വന്നാൽ മതി. പിന്നെ ഫ്രീ ഗ്രൂപ്പിൽ അത്യാവശ്യം ട്രേഡ്സ് ഉണ്ട്. കൂടുതൽ ട്രേഡ് വേണ്ടവർ മാത്രം. ഓക്കെ, 23,700 P, 23,700 C, 50,300 P, 50,300 C. ഇത്രയും ട്രേഡ്സാണ് ഞാൻ ഇന്ന് കൊടുത്തേക്കണത്. നമുക്ക് 50,300 ഫസ്റ്റ് ആക്റ്റീവായ ട്രേഡ്. നമുക്ക് 50,300 പോവാം. PE ആണ് 50,300 PE ആണ് ഞാൻ കൊടുത്ത സ്ട്രൈക്ക്. 848 ആണ് അതിന്റെ ബൈങ് പ്രൈസ് വരുന്നത്. നമുക്ക് ആ ചാർട്ടിലേക്ക് പോവാം. ഇതാണ് ആ ചാർട്ട്. നമുക്ക് കാണാം 8-ാം തീയതിയാണ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് തന്നെ നമ്മുടെ ലെവലിന്റെ മുകളിലാണ്. അപ്പോൾ സെല്ലേഴ്സ് ക്യാൻഡിൽ കാണുക. ലിമിറ്റിൽ ഇതൊക്കെ കിട്ടുമല്ലാവർക്കും അതെടുക്കുക. അവിടെ ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ട്രേഡ് ഒരു 46 പോയിന്റിന് മൂവ്മെന്റ് തന്നിട്ട് തിരിച്ചത് SLക്ക് വരുമായിരുന്നു. അത് 46 പോയിന്റ് എടുക്കാൻ പറ്റാത്തവരാണ് SL പോയിണ്ടാവും. അത്ര ഉള്ള കേസ്. പിന്നെ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ വേറെ ട്രേഡൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് കാണാം നല്ലൊരു മൂവ്മെന്റിലേക്ക് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ പിന്നെ ഞാൻ കൊടുത്തിട്ടില്ല. 959 വേറെ ലെവലുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ട്രേഡൊന്നും. ബാങ്ക് നിഫ്റ്റി ആർക്കും കൊടുക്കാൻ താല്പര്യമില്ല പെയ്ഡ് ഗ്രൂപ്പിലൊന്നും. താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോയുടെ അടിയിൽ നമുക്ക് കമന്റ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി ഒക്കെ നമുക്ക് വേണം, അതിന്റെ ട്രേഡ് കിട്ടണം എന്നുള്ളവരൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രേഡിങ്ങിനെ കുറിച്ച് ഡൗട്ടുകൾ, അല്ല എൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജി മാത്രമല്ല, നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ്സിൽ പറയാം. മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് ആക്റ്റീവ് ആയിട്ടായിരുന്നു 23,700 C ആണ്. അതിന് 9.36 എൻ്റെ വേറെ പ്രൈസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 70-20 എന്ന് പറഞ്ഞൊരു പ്രൈസ്. 23,700 C. നമുക്ക് അടുത്ത ട്രേഡ് ഉണ്ടായിരുന്നു 23,700 C-യിലാണ്. 70-20 എൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. 9.36 കൊടുത്തത്. ഇത് 23,700 പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,700 സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 8:00 കൊടുത്തതാണ്. പക്ഷെ അതിൻ്റെ വേറൊരു പ്രൈസാണ് ഞാൻ പറഞ്ഞത്. 9.36 പറഞ്ഞ് 70-20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ 23,700 C നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആ ട്രേഡ്. 70-20 എന്ന് പറഞ്ഞാൽ ഇതാണ് ലെവല്. ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ എല്ലാവർക്കും ലിമിറ്റ് ഓർഡറിനോ ഡിമാൻഡിനൊക്കെ കിട്ടും. ഇത് ഈസി ആയിട്ട്. ഇതൊരു 19 പോയിന്റ് 20 പോയിന്റ് മൂവ്മെന്റ് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതെടുക്കാം ഈസി ആയിട്ട്. പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത് SLക്ക് വരികയാണ് ചെയ്തത്. 1:2 അല്ലെങ്കിൽ 1:1 ഇതൊക്കെ എല്ലാവർക്കും എടുക്കാം. എല്ലാവരും ബിഗിനേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ എടുത്ത് പഠിക്കുക. നല്ല ട്രേഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് SLനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. പിന്നെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഉള്ളിലാണ് വെച്ചാൽ ഓപ്ഷൻസിൽ അത്യാവശ്യം ലോസിലേക്കൊന്നും വരാണെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ നമുക്കതൊരു 1:2 തന്നെയാണ്. 23,700 C, 66-55 അടുത്ത പ്രൈസ് റേഞ്ച്. ഇതൊക്കെ ഫ്രീയിൽ വന്നതാണ് കേട്ടോ. 66-55 നിങ്ങൾക്ക് കാണാം. ഇതാണ് ആ ലെവല്. അപ്പോൾ നമുക്ക് ബയേഴ്സ് ക്ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്ട് ചെയ്യണം. ബയേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് മുകളിലാണ് റിജക്ട് ചെയ്തത്. നിങ്ങളത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. മുകളിലാണ് റിജക്ട് ചെയ്തത്. അപ്പോൾ 66 പിടിക്കാൻ പറഞ്ഞ പ്രൈസ് 76 റിജക്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഡിമാൻഡ് പ്രൈസാണ് നോക്കുക. ഒന്നെങ്കിൽ ലിമിറ്റഡ് എടുക്കുക, അല്ലെങ്കിൽ അത്യാവശ്യം ഡിമാൻഡിൽ ഇവിടെ എത്തുമ്പോൾ എടുക്കുക. ഒറ്റയ്ക്ക് എൻ്റെ അടിയിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അടിയിലേക്ക് ഇത്ര രൂപയ്ക്ക് 68 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ 68 എടുക്കാം, അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡർ എടുക്കാം. എങ്ങനെ വേണ്ടി എടുക്കാം. ഇതിപ്പോൾ എങ്ങനെ എടുത്ത ആൾക്കാണെങ്കിലും ഇത് 13 പോയിന്റ് പോയിട്ടുണ്ട്. എന്നിട്ടാണത് ഒരു കോസ്റ്റ് അല്ലെങ്കിൽ SL അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാൻ. നമുക്ക് മിനിമം ഒരു 10 പോയിന്റ് കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ഒരു കണ്ടീഷൻ. അല്ലെങ്കിൽ നമ്മൾ അത് കറക്റ്റ് SL തന്നെ പറയുള്ളൂ. മനസ്സിലായാലേ? ഇതൊരു 10 പോയിന്റ് പോയിട്ടുള്ള കാരണം നമുക്ക് SL എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിനൊന്നും അത് മാക്സിമം നിങ്ങൾ SL ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ
ഇങ്ങനെയൊക്കെ തന്നെ ട്രേഡ് ചെയ്യണം. പിന്നെ നമുക്ക് രാവിലെ ഉണ്ടായിരുന്ന ഒരു ട്രേഡാണ് 23,700 ഇത് രാവിലെ 8:30 കൊടുത്ത ട്രേഡാണ്. ഈ പ്രൈസ് ഞാൻ 8:30 കൊടുത്താണ് രാവിലെ 139.70. അവിടെ എത്തുമ്പോൾ ട്രേഡ് ബൈയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റേറ്റ് ചെയ്ത് എടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് ഫുൾ ടാർഗറ്റാണ് വന്നേക്കണത്. അതും പക്ഷേ ഫ്രീയിൽ പറയേണ്ട ഒരു ട്രേഡാണത്. ഫുൾ ടാർഗറ്റ് വന്ന ട്രേഡാണ്, എല്ലാവരും വരച്ച് വെച്ചേക്കണതായിരിക്കും ട്രേഡിംഗ് വ്യൂവിലൊക്കെ. അപ്പോൾ ഞാനത് പറയാം. ഇതായിരുന്നു ആ ട്രേഡ്. 8-ാം തീയതി ഇന്നത്തെ ഡേറ്റ് നമുക്ക് കാണാം. 139 ടെസ്റ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷേ റിജക്റ്റ് ആക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കുക നിങ്ങൾ, ഇവിടെ ഇത്രയും ഡിമാൻഡിനാണ്, അതായത് ബൈയേഴ്സ് ലോസ് ചെയ്തിട്ട് സെല്ലേഴ്സ് വരുന്നത് ഇത്തിരി ഹൈയിലാണ്. 152 സെല്ലേഴ്സ് ലോസ് ചെയ്തേക്കുന്നത്. നമുക്ക് മേടിക്കേണ്ടത് 139. അപ്പോൾ അവിടെ തന്നെ ഒരു 13 പോയിന്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ലിമിറ്റ് ഓർഡറോ അല്ലെങ്കിൽ ഡിമാൻഡ് പ്രൈസ് എന്തെങ്കിലും ഒരു ക്യാൻഡിൽ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ കുറച്ച് ക്യാൻഡിൽസിൽ കിട്ടുന്നുണ്ടോ പെട്ടെന്ന് വരുന്നുണ്ടോ എന്നൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ക്യാൻഡിൽ തന്നെ അത് ലിമിറ്റിൽ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിമിറ്റിൽ ഇട്ടവർക്ക് അത് എക്സിക്യൂട്ട് ആയി എന്നുള്ളതാണ് അർത്ഥം അവിടുത്തെ. മനസ്സിലായില്ലേ? അപ്പോൾ 139 എല്ലാവരും കിട്ടും, അല്ലെങ്കിൽ 139 അടിയിൽ കിട്ടും. ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം. ഈ ട്രേഡ് നമുക്ക് 50 പോയിൻറ്റിൻ്റെ ടാർഗറ്റായിരുന്നു വന്നേക്കണത്. 10 പോയിൻ്റ് ആയിരുന്നു എൻ്റെ SL, 50 പോയിൻ്റ് ടാർഗറ്റ്. ഈസി ട്രേഡ് ആയിരുന്നു അത്. അപ്പോൾ ഇത്രയൊക്കെ ട്രേഡ് ഉണ്ടായിരുന്നു ഫ്രീ ഗ്രൂപ്പിൽ. ബാക്കിയൊക്കെ പെയ്ഡ് ഗ്രൂപ്പിലാണ്. പെയ്ഡ് ഗ്രൂപ്പിൽ നമുക്ക് SL വന്നിട്ട് ഡയറക്റ്റ്ലി SL ഈ 10 പോയിന്റ് കിട്ടാണ്ട് പോയിട്ട് SL ഡയറക്റ്റ് വന്നിട്ടുള്ള ഒറ്റ ട്രേഡ് വന്നിട്ടുണ്ടായിട്ടുള്ളൂ. പെയ്ഡ് ഗ്രൂപ്പിലാണ് ഉണ്ടായിരിക്കുന്നത്. അത് നമുക്കറിയാലോ, കുറേ ട്രേഡുകൾ നമ്മൾ അവിടെ ഇവിടെ കൊടുക്കണ കാരണം കൊണ്ട്, ഫ്രീയിലും പെയ്ഡിലൊക്കെ ആയിട്ട് കൊടുക്കണ കാരണം കൊണ്ട് നമുക്ക് SL പിന്നെ ഓവർ ട്രേഡിങ് ആണ് എല്ലാതും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ SL ഒക്കെ വരും, 10 പോയിൻ്റൊക്കെ വരും. നമുക്ക് അതിനേക്കാൾ കൂടുതൽ നമുക്കൊന്ന് പിടിക്കാനും പറ്റിയിട്ടുണ്ട് പെയ്ഡിൽ. 1:3, 1:2, 1:1 ഈ റേഞ്ചിൽ തന്നെയായിരുന്നു ട്രേഡിങ്. ഇതാണ് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പ്. നമുക്ക് കാണാം, ഞാൻ രാവിലെ ഫ്രീ ഗ്രൂപ്പിൽ കൊടുത്ത അതേ കാര്യങ്ങൾ തന്നെയാണ്, അതേ സ്ട്രൈക്കുകൾ തന്നെയാണ്, അതേ ടൈമിൽ തന്നെയാണ് ഞാൻ ഇവിടെ പെയ്ഡ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഇവർക്ക് കൊടുക്കാം. അതിൻ്റെ സ്ട്രാറ്റജീസ് അവർക്ക് അറിയാം, അവർ അങ്ങനെ എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കും. പിന്നെ വേറെ ട്രേഡുകളാണ് പിന്നെ നമ്മൾ കാണുന്നത്. 21,600 PE 1:1 ആക്റ്റീവായിട്ട് ആയിട്ടുണ്ട്. പിന്നെ കോസ്റ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്കൊരു 1:5 ടാർഗറ്റിക്കും. 23, പിന്നെ നേരത്തെ പറഞ്ഞ 23,700 PE തന്നെയാണ്. അത് പക്ഷേ ഫ്രീ ഗ്രൂപ്പിൽ ഞാൻ ആക്റ്റീവ് ആയെന്ന് പണ്ടെന്ന് കേട്ടിട്ടില്ല. ഫ്രീ ഗ്രൂപ്പിൽ നമ്മൾ രാവിലെ കൊടുത്താണെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അത് ആക്റ്റീവ് ആയിക്കൊണ്ട് പെയ്ഡ് ഗ്രൂപ്പിലായിരുന്നു. പെയ്ഡ് ഗ്രൂപ്പിൽ വന്നപ്പോഴാണ് അത് ആക്റ്റീവ് ആയത്. പിന്നെ ഞാൻ ഫ്രീ ഗ്രൂപ്പ് ക്ലോസ് ചെയ്തിരുന്ന ആ ടൈമിനുള്ളൂ. അപ്പോൾ പിന്നെ അത് ഞാൻ ആക്റ്റീവായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. അത് നമ്മൾ ഫോളോ ചെയ്യുന്നവർക്ക് അത് കിട്ടുള്ളൂ കറക്റ്റായിട്ട്. അല്ലാതെ പെയ്ഡ് ഗ്രൂപ്പിലായിരുന്നു അതിൻ്റെ 1:5 വന്നേക്കണത്. പിന്നെ 23,600 C ഉണ്ടായിരുന്നു. 23,600 C നമുക്ക് ആക്റ്റീവായി. അതാണ് നമുക്ക് ഡയറക്റ്റ് SL വന്നൊരു ട്രേഡ്. അതായിരുന്നു 23,600 Cയിലായിരുന്നു. അതായത് മാർക്കറ്റ് ഫുള്ള് ബീറിഷാണ്. അപ്പോഴാണ് നമുക്കൊരു സീലിക്ക് എൻട്രി കിട്ടിയത്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും സ്ട്രൈക്കിൽ ചെയ്യണോണ്ട്, പിന്നെ 1 മിനിറ്റ് ടൈം ഫ്രെയിമാണ്, അതുകൊണ്ടൊക്കെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും എൻട്രി കിട്ടും. അതുകൊണ്ട് നമുക്ക് SL വരാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ XL പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് എല്ലാ ട്രേഡിലും ചെയ്യാറുണ്ട്. ഈ ട്രേഡ് ഡയറക്റ്റ് SL വന്നൊരു ട്രേഡാണ് ഇന്നത്തെ. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു SL ട്രേഡ്. അത് നമുക്ക് ഡയറക്റ്റ് SL പോയി. പിന്നെ നമുക്ക് 23,600 PEയിലായിരുന്നു വന്നത്. 104.85 അടുത്തൊരു പ്രൈസ് റേഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വരുന്ന കണ്ടീഷനൊന്നും ട്രേഡ് ആക്ടിവേറ്റ് അല്ല കേട്ടോ. 104.85 നമുക്ക് കാണാം. ബോഡി ഗ്ലോസ് സെല്ലേഴ്സിൻ്റെ ബോഡി ഗ്ലോസ് അടിയിലാണ്. അപ്പോൾ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് അല്ല, അതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി, ട്രേഡ് ആക്ടിവേറ്റ് ആയി. അത് 1:1 കിട്ടി, 1:2 കിട്ടി, പിന്നെ 1:3 കിട്ടി. മനസ്സിലായില്ലേ? ആ ട്രേഡ് ഓവറോൾ ഒരു 1:3 കിട്ടിയത്. ഒരു 35 പോയിന്റ് അടുത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് ആ ട്രേഡ് കുറേ നേരം നിന്നു. ഒരു 1.5 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് അതൊരു കോസ്റ്റ് എങ്കിലും ഹിറ്റ് ആവണമെന്ന് വന്നിട്ട്. ആഫ്റ്റർ 1.5 hours ട്രേഡ് കോസ്റ്റ് ഹിറ്റ്. അപ്പോൾ 1.5 മണിക്കൂറോളം ആ ട്രേഡ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. 35 പോയിന്റോളം കിട്ടിയിട്ടുണ്ട്. 35-40 പോയിന്റോളം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ 23,600 PEയുടെ വേറെ റേഞ്ച് ആയിരുന്നു 135-90. പിന്നെ നമുക്ക് ആക്ടിവേറ്റ് ആയത് 23,600 C ആണ് കേട്ടോ. ഈ ട്രേഡ് 23,600 C അതിൻ്റെ വേറൊരു പ്രൈസിലാണ് ആക്ടിവേറ്റ് ആയിക്കണത്. 23,600 C 133-40 അതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. അതാണ് നമുക്ക് ആക്ടിവേറ്റ് ആയത്. എപ്പോഴാണ് ആക്ടിവേറ്റ് ആകുന്നത്? 2:19 അതായത് 2 മണി കഴിഞ്ഞ് 2:15 ആയി ഈ ട്രേഡ് ആക്ടിവേറ്റ് ആകുമ്പോൾ. അത് നമുക്ക് ഒരു 1:3 വേണ്ടത്. 30 പോയിന്റ് 35 പോയിന്റ് കിട്ടിയിട്ടുണ്ടായില്ലേ. 35 പോയിന്റോളം ആ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് ഒന്ന് കോസ്റ്റ് ഹിറ്റ് ചെയ്യായിരുന്നു. പിന്നെ നമ്മൾ അത്യാവശ്യം ടൈമൊക്കെ ആയി. പിന്നെ നമ്മൾ ക്ലോസ് ചെയ്തു പെയ്ഡ് ഗ്രൂപ്പ് കേട്ടോ. അപ്പോൾ അത്ര ഉണ്ടായിരുന്നു നമ്മൾ പെയ്ഡ് ഗ്രൂപ്പിലത്തെ കാര്യങ്ങൾ. ഡയറക്റ്റ് ഒരു SL വന്നിട്ടുണ്ട്. ബാക്കി ഓവറോൾ എല്ലാവർക്കും നല്ല പോയിന്റ്സ് കിട്ടണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പെയ്ഡ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ടെലിഗ്രാമിൽ DM ചെയ്യുക. ഫ്രീ ഗ്രൂപ്പിൽ അത്യാവശ്യം ട്രേഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ അത്യാവശ്യം ട്രേഡ്സ് കൊടുക്കണോണ്ട് പ്രോഫിറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുക്കാം. അത്യാവശ്യം ട്രേഡ്സ് ഇനിയും കൂടുതൽ കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ളവർ മാത്രം പെയ്ഡ് ഗ്രൂപ്പിലേക്ക് വന്നാൽ മതി. ഇവിടെയും പ്രോഫിറ്റ് വരുന്നുണ്ട്. ഇവിടെ ലോസ് വരുന്നില്ല എന്ന് ഞാൻ പറയാനില്ല. പ്രോഫിറ്റ് ഇവിടെയും വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഫ്രീ ഗ്രൂപ്പിൽ ലോസ് വന്നാൽ ലോസ് തന്നെയാണ്, പറയാനൊന്നും ഇല്ല. അതൊന്നും
മാർക്കറ്റ് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ലോസ് വരണോ പ്രോഫിറ്റ് വരണോ എന്നൊക്കെ. നമുക്ക് കറക്റ്റ് എൻട്രി ബൈയിങ് ആണ് കൊടുക്കാൻ പറ്റുള്ളൂ. ബൈയിങ് പ്രൈസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളത് കറക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടാണ് ഇതുവരെ പോയേക്കണത്. ഫ്രീ ഗ്രൂപ്പ് ആണെങ്കിലും പെയ്ഡ് ഗ്രൂപ്പ് ആണെങ്കിലും താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പെയ്ഡ് ഗ്രൂപ്പിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പ്രീവിയസ് വീഡിയോസ് കാണാം, ലേറ്റസ്റ്റ് വീഡിയോസ് കാണാം. നിങ്ങൾക്ക് ഫുൾ ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഈ ചാനൽസിൽ കിടക്കണത്. എങ്ങനെ ട്രേഡ് എടുക്കണം, എങ്ങനെ ട്രേഡിൽ സക്സസ് ആവണം എന്നുള്ള ഒരു ഇൻഫർമേഷനായിട്ട് ഈ ചാനൽ ഫുള്ളും കിടക്കണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാം, നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ എടുക്കാം. പുതിയ അറിവുകൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ വീഡിയോ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ മാക്സിമം ഒന്ന് കമൻസ് ഒക്കെ ഒന്ന് ഇടുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിട്ട് നമ്മുടെ വീഡിയോ കറക്റ്റായിട്ട് പോകണില്ല, അങ്ങനത്തെ കമൻസ് ഇടാം. എൻ്റെ ഒപ്പം ട്രേഡ് എടുക്കണ പെയ്ഡ് ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആൾക്കാർ, ഫ്രീ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെയും കമൻസ് ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തുക. ഞാൻ അത് നാളെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് അങ്ങനത്തെ ഓരോ കറക്റ്റായിട്ടുള്ള ഡൗട്ടുകൾ ഇടണം, എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കമൻറ്റ് ബോക്സ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. മനസ്സിലായില്ലേ? DMs ഒന്നും താല്പര്യമില്ലാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് യൂട്യൂബ് കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാം. നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച്, നമ്മുടെ സ്ട്രാറ്റജീനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സ്ട്രാറ്റജിയിൽ നമ്മുടെ ട്രേഡിങ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ അപ്സ്റ്റോക്കിലൊക്കെ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ടെലിഗ്രാമിൽ ഞാൻ പിൻ ചെയ്തിട്ടിട്ടുണ്ട്, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പിന്നെ ബിറ്റ് കോയിൻ്റെ തെറിയത്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമ്മൾ സ്റ്റോക്ക് അപ്ഡേഷനൊക്കെ ഇൻസ്റ്റാഗ്രാമിലാണ് ചെയ്യണത്. അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ അതിൽ കയറിയിട്ട് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. നമുക്ക് നാളെ ഒരു അടിപൊളി ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് വിചാരിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.